ക്രിസ്മസിന് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പരിപാടി പ്ലാൻ ചെയ്യുന്നത്? അവലോസ് പൊടി. പിന്നെ അടുത്തായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. അവലോസ് പൊടി ഒരു തുടക്കമായിരിക്കും അല്ലേ? ആർക്കറിയാം എന്തുണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഹായ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവലോസ് പൊടിയാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് എന്തായാലും അവലോസ് പൊടി ഉണ്ടാക്കാം. ഇതിപ്പോൾ അവലോസ് പൊടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഇതാണ്. കുട്ടികൾക്കായാലും ശരി, വലിയവർക്കായാലും ശരി, അവലോസ് പൊടി നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ്. അത് നമുക്കിപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കൂടിയിട്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവലോസ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ പച്ചരിയാണ്. 1.5 കിലോ പച്ചരിക്ക് 3 തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കിലോ പച്ചരിക്ക് 2 തേങ്ങ, ആ കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 തേങ്ങ, 1.5 കിലോ പച്ചരിക്ക് 3 തേങ്ങ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഏലക്കായ, ജീരകം, വെളുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കറുത്തത് വേണമെങ്കിലും എടുക്കാം. പഞ്ചസാര, ഉപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അവലോസ് പൊടി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് അരിയാവുമ്പോൾ നമുക്ക് നല്ലപോലെ 5 മണിക്കൂർ കുതിർത്ത് വെക്കണം അരി. അതേപോലെ തേങ്ങ നല്ല പാലുള്ള തേങ്ങ, നല്ല തേങ്ങയായിട്ട് എടുക്കണം. പാലുള്ള തേങ്ങ നമുക്ക് നന്നായിട്ട് ഇത് വേണം. എന്നിട്ട് അപ്പം തേങ്ങയൊന്ന് ചിരകിയെടുക്കണം. ആദ്യം നമുക്ക് വേണ്ടത് പച്ചരി ഒന്ന് വെള്ളത്തിൽ 5 മണിക്കൂർ കുതിർത്താൻ വെക്കണം. എന്നാലേ അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ ഒന്ന് ആദ്യം നമുക്ക് കുതിർത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കാം. ഇനി നമുക്ക് 5 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അരി നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ഒന്ന് ഉടച്ചിട്ട് നമുക്ക് ചിരവി വയ്ക്കാം. തേങ്ങ ചിരവുമ്പോൾ പൊടി പൊടിയായിട്ട് ചിരവണം. കട്ടയോ കഷ്ണമോ ഒന്നുമില്ല, ആ പാടില്ല. പൊടി പൊടിയായിട്ട് ചിരവാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചിരവി എടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ എല്ലാം ചിരവിയതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ തേങ്ങ മുഴുവൻ ചിരവി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് 5 മണിക്കൂറായിട്ടുണ്ടല്ലോ അരി വെള്ളത്തിലിട്ടിട്ട്, അതിനെ ഒന്ന് നമുക്ക് വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരു കൂടയിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വെള്ളം വെടിയട്ടെ. അരി നല്ലപോലെ വെള്ളം വെടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളിത് ഫസ്റ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് നല്ലപോലെ പൊടിക്കാൻ പാടില്ല. കുറച്ച് തരിയായിരിക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ തരി തരിയായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കണമെങ്കിൽ. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം പൊടിച്ചെടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ എല്ലാം പൊടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എല്ലാം പൊടിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ പൊടി ഒരു പാത്രത്തിലേക്ക് കൊട്ടാം. ഇനി ചിരവി വെച്ച തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂണ് ജീരകം നമുക്ക് ഇടാം. അതേപോലെ എള്ള് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം. അതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊക്കെ ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം.
അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനെ അമർത്തി നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ തേങ്ങയിലത്തെ പാലൊക്കെ അതിൽ സെറ്റായിട്ട് അരിപ്പൊടിയിൽ സെറ്റായിട്ടിരിക്കും. ഇനി അത് അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഏകദേശം അരമണിക്കൂറായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. കട്ടയുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഉരുളിയിലേക്ക് കൊട്ടിക്കൊടുക്കാം. അടുപ്പ് നല്ലപോലെ കത്തി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉരുളി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഉരുളി നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഉരുളി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിനെ നമുക്കതിലേക്ക് കൊട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിപ്പിടിക്കും. ഒരുപാട് അടുപ്പ് കത്തിക്കും വേണ്ട. ഇവിടെ നമ്മുടെ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം 2 മിനിറ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇറക്കി വെച്ച് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ അവലോസ് പൊടി നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഏലക്കായുടെയും ജീരകത്തിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ നല്ലപോലെ ആറിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് വെച്ച് 6 മാസത്തോളം കേടുവരാതെ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഫൈസലിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാം. അപ്പോൾ ഫൈസലെ ടേസ്റ്റ് ചെയ്യാൻ വരൂ. ബൈ ചേച്ചി. അപ്പൊ ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ? ക്രിസ്മസിന് എന്തൊക്കെയാണ് നമ്മളിന്ന് പരിപാടി പ്ലാൻ ചെയ്യുന്നത്? അവലോസ് പൊടി. പിന്നെ അടുത്തായിട്ട് ഇനി നമുക്ക് പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. എന്തായാലും നല്ല വിഭവങ്ങൾ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. നമുക്ക് ഇതോട് കൂടിയിട്ടാണ് അവലോസ് പൊടി ഒരു തുടക്കമായിരിക്കും അല്ലേ? ആർക്കറിയാം എന്തുണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് തുടക്കത്തില് ശരി. അപ്പൊ എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. എങ്ങനെ എന്ത് കഴിച്ചു നോക്കട്ടെ. അവലോസ് പൊടി എന്തായാലും സൂപ്പർ സാധനമാണ്. പഞ്ചസാര ഇട്ട് കഴിച്ചാലേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ. മതി. ഓക്കെ, എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് പറയാം. ശരിക്കും സാധാരണ പഞ്ചസാര ശരിക്കും പഞ്ചസാര ഇടാതെയും കഴിക്കാം അല്ലേ? ഇടാതെ കഴിക്കാം, പക്ഷെ പഞ്ചസാര ഇടുമ്പോൾ ടേസ്റ്റ് വരും. അതെ, നേരത്തെ ഇട്ട് വെക്കാൻ പാടില്ല അല്ലേ? അതൊരു നനവ് പോലെ വരും അല്ലേ? പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അവലോസ് പൊടി കഴിക്കുന്ന സമയത്ത് കട്ടൻ ചായ അല്ലേ? കട്ടൻ കാപ്പി ഇതിന്റെ കൂടെ കഴിക്കും. പക്ഷെ ഇപ്പൊ നമ്മളവിടെ തയ്യാറാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ കഴിക്കുന്നത്. എന്തായാലും കഴിച്ചോട്ടെ. വെള്ളം കുടിച്ചാൽ മതി. ശരി, കഴിക്കട്ടെ എന്നാ. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? സൂപ്പറായിട്ട് ഒന്നും പറയാനുണ്ടാവില്ല. എന്താ വെച്ചാൽ ഇതിന്റെ വറവാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതിന് മാത്രമേ ഇതിന് സമയം പിടിക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ബിസ്ക്കറ്റ് കളർ വരണം. ആ ഒരു കളർ, ബിസ്ക്കറ്റിന്റെ കളറായാലും അല്ല എന്നാ തുടക്കം കിട്ടുന്ന ഒരു കളർ. അതെ അതെ, ആ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കാം. ഇളക്കുന്നത് മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ തേങ്ങ മൂത്തത് വേണം അല്ലേ? മൂത്ത തേങ്ങ ആയിരിക്കണം. എന്തായാലും അടിപൊളിയായിട്ട് പറയാം. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? പിന്നെ കുറെ ആൾക്കാർ എന്റെ ചോദിക്കാറുണ്ടായിരുന്നു, ഈ അവലോസ് പൊടി കഴിക്കുന്ന സമയത്തും ഇതിലൂടെ പഴം കുഴച്ച് കഴിക്കാൻ പറ്റുമോ? പഴം കഴിക്കാം. അപ്പൊ നമുക്ക് എന്താ അറിയാം, ഇതാകുമ്പോ പെട്ടെന്ന് നമ്മുടെ തൊണ്ടയില് ഇതാകും.
അപ്പൊ അതാവുമ്പോ അതിനാണ് കട്ടൻ ചായ വെക്കുന്നത്. പിന്നെ വേറെ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ പഞ്ചസാരക്ക് പകരം ശർക്കര ഇട്ട് കഴിക്കാൻ പറ്റുമോ കഴിക്കാല്ലേ? അപ്പൊ വേറെ വേറെ ടേസ്റ്റിലേക്ക് ഓരോ ടേസ്റ്റ് അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, അന്ന് ഭാഗ്യ ചേച്ചി അന്ന് ട്രെയിനിലൂടെ പോകുന്ന സമയത്ത് എല്ലാവരും കൂടി തിരിക്കുന്നത് കണ്ടില്ലേ? എല്ലാരും പറഞ്ഞു എനിക്കിത് കഴിക്കാൻ തന്നു. അവര് നേരത്തെ ഭക്ഷണമായിട്ട് ഞാൻ അതിന് കഴിച്ചു വന്നിട്ട് ശരിക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ലല്ലോ. വൈകുന്നേരം പ്രശ്നം വരില്ല. കാരണം ട്രെയിനിലൊക്കെ പോണ സമയത്ത് അധികം ആ കോട്ടയം, തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തെ ആൾക്കാർ മുഴുവൻ ഏകദേശം ഒരുപാട് ആൾക്കാർ ഞാനും കണ്ടിട്ടുണ്ട് ട്രെയിനിൽ ഇരുന്നിട്ട് ഇതൊക്കെ ലോങ് ട്രിപ്പിലൊക്കെ കഴിക്കുന്നത്. പ്രശ്നം ഉണ്ടാവില്ല. ദൂരയാത്രക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ലഘുഭക്ഷണമായിട്ടേ പറ്റുള്ളൂ. എന്തായാലും അടിപൊളിയായിട്ട് വായിച്ചു. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അടുത്ത പാടി കിച്ചന്റെ പുതിയ വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.